നമസ്കാരം. ലോകത്തിൻ്റെ ശ്രദ്ധ ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ ഇന്ത്യയാണ്. കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ചർച്ചകളും മറ്റ് നയതന്ത്ര വിഷയങ്ങളുമൊക്കെ തന്നെ ലോകം ഏറെ ആകാംക്ഷയോട് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പുടിൻ്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞിട്ടാണ് പുടിൻ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു സന്ദർശനം നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതായൊക്കെ ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം ചർച്ച നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടാൻ കഴിയുമെന്ന് വളരെ നേരത്തെ തന്നെ പുടിൻ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. എന്നാൽ ഔദ്യോഗികമായി അത് ആവശ്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ അതിൽ സജീവമായി പരസ്യമായി ഇടപെടാതിരുന്നത്. പക്ഷേ പുടിൻ്റെ ഡൽഹിയിലേക്കുള്ള ആ ഒരു വരവ് അതൊരു ഗംഭീര വരവേൽപ്പ് തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. സാധാരണഗതിയിൽ മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അവരെ വിമാനത്താവളത്തിൽ പോയി പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ എന്നതിനെ സ്വീകരിക്കുന്ന പതിവ് ഇല്ലാത്തതാണ്. സാധാരണഗതിയിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അവരുടെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിലായിരിക്കാം ഇവരെല്ലാവരും സ്വീകരിക്കാൻ എത്തുന്നത്. എന്നാൽ എല്ലാ പ്രോട്ടോക്കോളും മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തി പുടിനെ സ്വീകരിക്കുകയായിരുന്നു. വിമാനത്തിനടുത്തേക്ക് ചെന്ന് അദ്ദേഹം ഹസ്തദാനം നടത്തിയപ്പോൾ പുടിൻ ആലിംഗനം ചെയ്താണ് മോദിയോട് സ്നേഹം പ്രകടിപ്പിച്ചത്. മാത്രമല്ല, നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് മോദി വിശ്വസിക്കാൻ കൊള്ളാവുന്നുള്ള നേതാവാണ് എന്നാണ്. താനത് വെറുതെ പറയുന്നതല്ല എന്നുകൂടി പുടിൻ കൂട്ടിച്ചേർത്തു. കൂടാതെ മോദി ഇപ്പോൾ ഭരണാധികാരി കിട്ടിയത് ഇന്ത്യയുടെ ഭാഗ്യമാണ് എന്നുമൊക്കെ തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക എതിർക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ പുടിൻ പറഞ്ഞത് റഷ്യയിൽ നിന്നാണ് അമേരിക്ക അവരുടെ ആണവ സംവിധാനങ്ങൾക്കായുള്ള വസ്തുക്കളെല്ലാം തന്നെ വാങ്ങുന്നത്, അക്കാര്യം മറക്കരുത് എന്നാണ്. ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ തലങ്ങളിലുള്ള, അതായത് പ്രതിരോധ വ്യവസായ മേഖലകളിലൊക്കെ തന്നെയുള്ള നിരവധി സഹകരണത്തിൻ്റെ സാധ്യതകൾ ചർച്ച ചെയ്യുകയും അന്തിമ തീരുമാനത്തിലെത്തുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, ഇന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമായി നൽകിയ ഒരു കാര്യം, ഇന്നലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പുടിൻ സാധാരണഗതിയിൽ റഷ്യയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ കൊണ്ടുവരുന്ന പ്രത്യേക സംവിധാനങ്ങളുള്ള റഷ്യൻ നിർമ്മിത കവചിത വാഹനമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അതിന് പകരം ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഒരു വെളുത്ത ടയോട്ട കാറിലാണ് വിമാനത്താവളത്തിൽ നിന്ന് സഞ്ചരിച്ചത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് റേഞ്ച് റോവറിൻ്റെ വലിയ വാഹനങ്ങളാണ്. റേഞ്ച് റോവർ ടാറ്റ കമ്പനിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നതെങ്കിൽ പോലും അത് അടിസ്ഥാനപരമായ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ആ കമ്പനിയെയാണ് ടാറ്റ ഏറ്റെടുത്തിരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും പുടിനും തമ്മിൽ നിലനിൽക്കുന്ന അത്ര സുഖകരമല്ലാത്ത ഒരു ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഈ യൂറോപ്യൻ വാഹനങ്ങളെ ഒഴിവാക്കിയിട്ട് പ്രധാനമന്ത്രിയും അതുപോലെ പുടിനുമൊക്കെ ജപ്പാൻ നിർമ്മിത വാഹനങ്ങളിൽ യാത്ര ചെയ്തത്. മാത്രമല്ല, ഇരുവരും ഒരുമിച്ച് ഒരു വാഹനത്തിൽ തന്നെയാണ് യാത്ര ചെയ്തത് എന്നുള്ളത് ഇരുവരും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ കൂടുതൽ ഊഷ്മളമായ ഒരു തെളിവായി മാറുകയാണ്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, കഴിഞ്ഞ സെപ്റ്റംബറിൽ ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്ന സമയത്ത് പുടിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്നു. ഏറെ നേരം ഇരുവരും കാറിനുള്ളിലിരുന്ന് ചർച്ച നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ അന്ന് ഏറെ വാർത്താ പ്രാധാന്യത്തോടെ കൂടിയാണ് നൽകിയിരുന്നത്. ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പുടിനായി പ്രത്യേക അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. ഏതാണ്ട് 3 മണിക്കൂറോളം സമയമാണ് ഇവിടെ പുടിൻ ചെലവഴിച്ചത്. എന്നാൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകളൊന്നും തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായോ അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷം വിമർശനം ഉയർത്തുമ്പോഴും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ പ്രസിഡന്റ് ഇന്ത്യയിൽ വരികയും വിശദമായ ചർച്ചകൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ തന്നെ നമുക്കേറെ തുണയായത് റഷ്യയുടെ S-400 ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു. ഇനിയും ഒരു 5 കൂടി ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇവ വാങ്ങുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാട് മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടും. നേരത്തെ നെഹ്റുവിൻ്റെ കാലത്ത് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണ കാലത്തൊക്കെ തന്നെ അന്ന് സോവിയറ്റ് യൂണിയനായിരുന്ന റഷ്യയുടെ ഉദാരമായ സഹായം ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അതുപോലെ പാകിസ്ഥാൻ 1971 ഇന്ത്യ ആക്രമിക്കാനായി പുറപ്പെടുന്ന സമയത്തൊക്കെ തന്നെ അമേരിക്ക പാകിസ്ഥാൻ്റെ ഭാഗം പിടിച്ചപ്പോൾ റഷ്യ കൃത്യമായി ഇന്ത്യയുടെ ഒപ്പം നിന്നു. എല്ലാ കാലത്തും സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ സഹോദര രാജ്യമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. റഷ്യ തകർന്ന് പല രാജ്യങ്ങളായി മാറിയെങ്കിലും റഷ്യ ഇപ്പോഴും ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് പുടിൻ്റെ ഇന്ത്യ സന്ദർശനം. പുടിന് ഇപ്പോൾ പല രാജ്യങ്ങളും സന്ദർശിക്കാൻ കഴിയുകയില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അദ്ദേഹത്തെ പല രാജ്യങ്ങളിലെത്തി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി നേരിട്ട് ബന്ധമില്ലാത്തൊരു രാജ്യം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ യഥേഷ്ടം സഞ്ചരിക്കാൻ യാതൊരു തടസ്സവുമില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നും ഇന്ത്യയിൽ വളരെ വിശദമായ കൂടിക്കാഴ്ചകളും അതിന്മേൽ ഒരുപാട് ഉടമ്പടികളൊക്കെ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ലോകത്തിനു മുന്നിൽ താരമായി മാറുകയാണ്.